ഹയഗ്രീവദേവനോട് അഗസ്ത്യ മഹർഷി ചോദിച്ചു, എന്തുകൊണ്ടാണ് എനിക്ക് ശ്രീ ലളിതാ സഹസ്രനാമം പറഞ്ഞു തരാത്തത്? ഒരു പക്ഷേ അങ്ങ് മറന്നുപോയോ? അങ്ങനെ മറക്കാൻ വഴിയില്ലല്ലോ. സർവജ്ഞനായ ഗുരു ഒരിക്കലും ഒരു കാര്യവും മറക്കാറില്ല. എന്നെ ഉപേക്ഷിച്ചോ? അങ്ങനെയും ഒരു സാധ്യതയില്ല. എന്താ വെച്ചാൽ ഒരിക്കൽ ശിഷ്യനായിട്ട് സ്വീകരിച്ചു. ഗുരു ഒരിക്കലും ആരെയും ഉപേക്ഷിക്കാറില്ല. എല്ലാവരും തൻ്റേത് തന്നെ എന്ന് തന്നെയാണ് അദ്ദേഹം കാണുന്നത്. അതുകൊണ്ട് ഒരു പക്ഷേ ഞാൻ അർഹനല്ലേ എന്ന് അഗസ്ത്യൻ ചിന്തിക്കുകയാണ്. അർഹതയില്ലാത്തവരും കൂടി ഗുരുവിൻ്റെ കൃപ കൊണ്ട് ഉത്തമരാകും. സാധാരണ ജനങ്ങൾ മധ്യമരാകും, മധ്യമർ ഉത്തമരാകും, ഉത്തമർ ഉത്തമോത്തമരാകും, ഉത്തമോത്തമർ ജീവൻ മുക്തരാകും എന്നൊക്കെയുള്ളതാണ് സാധാരണ നമ്മൾ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അദ്ദേഹം ഹയഗ്രീവദേവനോട് ചോദിച്ചു, ഇങ്ങനെ എനിക്ക് ശ്രീ ലളിതാ സഹസ്രനാമം പറഞ്ഞു തന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഹയഗ്രീവൻ വളരെ പ്രസന്നവദനായി, ഇത് രഹസ്യ അർത്ഥങ്ങളുള്ളതാണ്, ഇതിനെ ഷഠന്മാർക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല, സത് ശിഷ്യന്മാർക്കാണ് പറഞ്ഞു കൊടുക്കേണ്ടത്, ചോദിക്കാതെ പറഞ്ഞു കൊടുക്കാൻ പാടില്ലെന്നാണ്. ഇത്രയും നാൾ നീ ചോദിച്ചില്ല, നീ ചോദിക്കാൻ വേണ്ടി ഞാൻ വാസ്തവത്തിൽ കാത്തിരിക്കുകയായിരുന്നു. ഷഠൻ എന്ന് വെച്ചാൽ ഷാഠ്യം പിടിക്കുന്നവർ. ഗുരു തത്വം പറഞ്ഞു തന്നു, ഇത് എനിക്ക് നേരത്തെ അറിയാമല്ലോ, ഇതിൽ പുതുതായിട്ടൊന്നുമില്ല എന്ന് വിചാരിക്കാം. ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, ഇതിനാണോ ഇത്രയും ബുദ്ധിമുട്ടിയത് എന്നൊക്കെ ശിഷ്യൻ വിചാരിക്കാം. അങ്ങനെയൊക്കെ ഉള്ള ആ ദുസ്തർക്കം അല്ലെങ്കിൽ ശരിയായ ശ്രദ്ധയും അർപ്പണവും ഇല്ലാത്തവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്നാണ്. അതുകൊണ്ടാണ് ഇത്രയും നാൾ ഞാൻ കാത്തിരുന്നത്. നീ ഒരു സത്ശിഷ്യനാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഈ ഉത്തമമായ ഈ സ്തോത്രത്തെ എനിക്ക് പറഞ്ഞു തരാം. യാനി നാമി സഹസ്രാണി സദ്യസിദ്ധിപ്രദാനിതേ തന്ത്രേഷു ലളിതാദേവ്യാഹ തേഷു മുഖ്യമിദം മുനേഹ ശ്രീവിദ്യൈവതു മന്ത്രാണാം തത്ര കാതിർ യഥാ പര. അപ്പോൾ വിദ്യകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠം ശ്രീവിദ്യയാണ്. മന്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠം കാതിവിദ്യയാണ് എന്നൊക്കെ പല ഉദാഹരണങ്ങളും പറഞ്ഞുകൊണ്ട് സഹസ്രനാമങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതമം ശ്രീ ലളിതാ സഹസ്രനാമമാണ്. ചോദിക്കാത്തത് കൊണ്ടാണ് പറയാതിരുന്നത്, നീ ചോദിക്കുന്നത് കൊണ്ട് നിനക്കത് പറഞ്ഞു തരാം എന്നൊക്കെ ഹയഗ്രീവദേവൻ അഗസ്ത്യ മഹർഷിയോട് ഇതിൻ്റെ മഹാത്മ്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് പറഞ്ഞു തരാൻ തയ്യാറാവുകയാണ്. അന്യനാമ സഹസ്രസ്യ പാഠനാത് പ്രീയത്തെ തഥാ ശ്രീമാതു പ്രീയത്തെ തസ്മാത് അനിശം കീർത്തയേദിതം എന്ന്. ബാക്കിയുള്ള ജപങ്ങളും സ്തോത്രങ്ങളും സഹസ്രനാമാദി ഉപാസനയും അതിനേക്കാൾ ശ്രേഷ്ഠമാണ്. അതിനേക്കാൾ ശ്രീമാതാവ് ഈ സഹസ്രനാമ ജപത്തിലാണ് പ്രീതിപ്പെടുന്നത് എന്നൊക്കെ. എങ്ങനെയാണിത് ജപിക്കേണ്ടത് എന്നുള്ള ക്രമം ഹയഗ്രീവദേവൻ അഗസ്ത്യ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. രാവിലെ എണ്ണീട്ട് തൻ്റെ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് സന്ധ്യോപാസനങ്ങളൊക്കെ കഴിഞ്ഞ് ശ്രീചക്ര പൂജ ചെയ്ത് തൻ്റെ ശ്രീവിദ്യ ജപം ചെയ്ത് അതിനുശേഷം ഏകാഗ്രചിത്തനായിട്ട് ഈ സ്തോത്രത്തെ പാരായണം ചെയ്യണം. ഇതം നാമസഹസ്രം തു കീർത്തയേ നിത്യകർമ്മവത്ത്. നമ്മൾ എന്നും ചെയ്യേണ്ട അനുഷ്ഠാനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വളരെ പരമശുദ്ധമായ ഭാവനയോടുകൂടി ഈ സഹസ്രനാമ ജപം ചെയ്യണം. ഒരു പക്ഷേ എന്തെങ്കിലും കാരണവശാൽ നിത്യകർമ്മം ചെയ്തില്ലെങ്കിലും കൂടി ഇതിനെ മുടക്കരുത്. നിത്യകർമ്മം മുടങ്ങിയാലും കൂടി ഈ സ്തോത്ര പാരായണം ചെയ്യണം. നിത്യകർമ്മ അനുഷ്ഠാനത്തിൻ്റെ അത് ചെയ്യാതിരുന്നതിൻ്റെ അതിനെക്കൊണ്ടുള്ള ദോഷങ്ങളൊക്കെ ഇതുകൊണ്ട് നിവർത്തിയാവും എന്നൊക്കെ ഹയഗ്രീവദേവൻ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് തുല്യമായിട്ട് മറ്റൊരു കീർത്തനം, മറ്റൊരു പാരായണം ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്. ഹയഗ്രീവദേവൻ അഗസ്ത്യ മഹർഷിക്ക് ഈ ലളിതാ സഹസ്രനാമം ഉണ്ടായ വൃത്താന്തം പറഞ്ഞു കൊടുത്തു.
ഒരു അവസരത്തിൽ ദേവി തൻ്റെ കൂടെ വളരെ അടുത്ത് താമസിക്കുന്ന വശന്യാദി വാഗ്ദേവികളെ വിളിച്ചു. 8 പേരാണ് അവർ. വശിനി, കാമേശ്വരി, മോദിനി, വിമല, അരുണ, ജയിനി, സർവേശ്വരി, കൗലിനി ഇവരാണ് വശന്യാദി വാഗ്ദേവികൾ. ഇവർ ദേവി സർവാനന്ദമയം എന്ന് പറയുന്ന ബിന്ദുസ്ഥാനത്ത് താമസിക്കുന്ന, അതിൻ്റെ പുറത്തുള്ള ആവരണങ്ങളിൽ താമസിക്കുന്നവരാണ്. ഇവർ വാക്കിൻ്റെ അധിദേവതകളാണ്. നകുലി മുതലായവരൊക്കെ വാക്സ്തംഭം ചെയ്യുന്ന വാഗ്ദേവികളാണ്. ഈ പറഞ്ഞ വശന്യാദി വാഗ്ദേവികൾ വാക്ക് പ്രവർത്തിപ്പിക്കുന്ന ദേവിമാരാണ്. ഇവർ അത്യന്തം ദേവിയോട് അടുത്തുള്ളവരാണ്. അതുകൊണ്ട് ദേവിയുടെ സ്വഭാവ വൈശിഷ്ട്യങ്ങളൊക്കെ, ദേവിയുടെ വൈഭവങ്ങളൊക്കെ നന്നായിട്ട് അറിയുന്നവരാണ്. അവരോടായിട്ട് ദേവി കൽപ്പിച്ചു, എത്രയോ കോടി നാമങ്ങൾ എൻ്റെതുണ്ട്, ഏറ്റവും ശ്രേഷ്ഠതമമായ 1000 നാമങ്ങളെ ചേർത്ത് നിങ്ങളൊരു സ്തോത്രം രചിക്കണം എന്ന് കൽപ്പിച്ചു. അങ്ങനെ സാക്ഷാത് ലളിതാംബിക നേരിട്ട് കൽപ്പിച്ചതുകൊണ്ട്, സാക്ഷാത് പരമേശ്വരി കൽപ്പിച്ചതുകൊണ്ട് അവരെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി അതിനെ ഒരു സ്തോത്രം രചിച്ചു. അങ്ങനെ ഒരു ദിവസം ഒരു വലിയ സഭ കൂടി. അതിനെ ഈ പൂർവഭാഗത്തിൽ ഇങ്ങനെ പറയുന്നു: ഗൗരീകോട്ടി സമവേതാനാം രുദ്രാണാമപി കോട്ടയഃ മന്ത്രിണീ ദണ്ഡിനീ മുഖ്യാഃ സേവാർത്ഥം യത് സമാഗതാഃ എന്നൊക്കെ കോടിക്കണക്കിന് ബ്രഹ്മാക്കളും കോടിക്കണക്കിന് സരസ്വതിമാരും കോടിക്കണക്കിന് ലക്ഷ്മിമാരും നാരായണന്മാരും രുദ്രന്മാരും ദണ്ഡിനി, മന്ത്രിണി മുതലായ മുഖ്യരൊക്കെ ഉള്ള സദസ്സിൽ ദേവിയുടെ അടുത്ത് നിന്നുകൊണ്ട് കൈ തൊഴുതു പിടിച്ച് വശന്യാദി വാഗ്ദേവികൾ ഈ സ്തോത്രം പാരായണം ചെയ്തു. ആ പാരായണം കഴിഞ്ഞപ്പോൾ എല്ലാവരും ഹാഹാകാരം മുഴക്കി. ഇത്രയും അത്ഭുതമായ ഒരു സ്തുതി നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടില്ല എന്നൊക്കെ എല്ലാവരും അതിനെ പ്രശംസിച്ചു, അതിനെ അനുമോദിച്ചു. ദേവിയും വളരെ പ്രസന്നവദനയായിട്ട് അത് ശ്രവിച്ചു. അങ്ങനെയാണ് ഈ ലളിതാ സഹസ്രനാമ സ്തോത്രം ഉണ്ടായത് എന്ന് ഹയഗ്രീവദേവൻ അഗസ്ത്യ മഹർഷിയോട് അത് ഉണ്ടായ വൃത്താന്തം ഈ പൂർവഭാഗത്തിൽ പറഞ്ഞു കൊടുക്കുന്നു. ശ്രീ ലളിതാ പരമേശ്വരിയുടെ ഉദ്ഭവം, ശ്രീ ലളിതാ സഹസ്രനാമം എങ്ങനെ ഉണ്ടായി, ഇതാരാണ് ഉപദേശിച്ചത് എന്നൊക്കെയുള്ള വിവരങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാം.